1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലം മാറ്റത്തിൽ UDF അംഗങ്ങൾ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധിച്ചു. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പഞ്ചായത്തിനെ സമീപിച്ചാൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇല്ലെന്ന് അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. പഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. പഞ്ചായത്തിൻ ഭരണത്തിൽ പാവങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്റ്റാഫില്ല. ഇതെന്ത് ഭരണം പ്രസിഡന്റ്? മറുപടി പറയൂ പ്രസിഡന്റ്. സ്റ്റാഫുകളെ ഉടൻ നിയമിക്കുക. പഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. ദിവസങ്ങളോളമായി എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പ്രധാന ഉദ്യോഗസ്ഥ പോസ്റ്റിൽ ഇരിക്കേണ്ട പഞ്ചായത്ത് സെക്രട്ടറി മുതൽ LD ക്ലർക്ക് വരെയുള്ള തസ്തികകളിലുള്ളവരെ സ്ഥലം മാറ്റിയത് പഞ്ചായത്തിലെ സാധാരണ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ച നിലയിലാക്കിയെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. ഒരാളെ മാറ്റുമ്പോൾ മറ്റാൾക്ക് ചാർജ് എടുക്കാനുള്ള സാവകാശവും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് 7 ദിവസവും 10 ദിവസവും സ്വാഭാവികമാണ്. എന്നാൽ ഇത്ര ദിവസമായിട്ടും ഈ സീറ്റുകളൊക്കെ കാലിയായി കിടക്കുന്ന സാഹചര്യം പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ താറുമാറാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു മെമ്മോറാണ്ടം കൊടുത്ത് ഇതുപോലെ ഞങ്ങളൊരു ധർണയിലേക്ക് നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സമയമാണ്. ഇത് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ അപേക്ഷ വിളിച്ച് ഗ്രാമസഭ കഴിഞ്ഞെങ്കിലും ഇത് ഷോർട്ട് ഔട്ട് ചെയ്ത് ലീസ്റ്റാക്കി അത് നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത് പദ്ധതി നിർവഹിക്കേണ്ട സമയത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം വയനാട് ഇനിയും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ 30-ാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ പെരുമാറ്റം വരുമ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങളെ വ്യക്തിഗത ഗുണഭോക്താക്കളെ വരെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് നമുക്കറിയാം ഇതുപോലെ ഒരു ധർണയിലേക്ക് UDF പോയത്. ഈ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്ന ആളുകൾ, സ്വന്തം നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് എന്നുള്ള നിലക്ക് ഇവിടെ കയറി ഇറങ്ങുന്ന ആളുകൾ, ആ സീറ്റിൽ ആളില്ല, ഈ സെക്ഷൻ ക്ലാർക്കില്ല, മറ്റേ ആൾ വന്നിട്ടില്ല, ഇവിടെ ആളുകളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും വീണ്ടും വരികയും വീണ്ടും പോവുകയും ചെയ്യേണ്ട ഒരു ദുരവസ്ഥയാണ്. നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ധർണാ സമരമുള്ളത്. ഇത് ആർക്കെങ്കിലും എതിരല്ല, ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൂട്ടമായി ഒറ്റയടിക്ക് ഇത്രയധികം ആളുകൾ പോകുമ്പോൾ ഇവിടെ ഒരു കാര്യവും നടക്കാതെ പോവുകയാണ്. ഏതെങ്കിലും ഒരു കടലാസ് നീങ്ങണമെങ്കിൽ, ഒരു ഫയല് നീങ്ങണമെങ്കിൽ, ഒരു കാര്യത്തിന്റെ കുരുക്കഴിക്കണമെങ്കിൽ ഇവിടെ വരുന്ന ഒരാൾക്ക് കിട്ടുന്ന മറുപടി തീർച്ചയായിട്ടും ഇന്ന ആ സീറ്റിൽ ആളില്ല, ആൾ വരുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എല്ലാവരും വന്നാൽ സെക്രട്ടറി ഇല്ല. ഈ രൂപത്തിൽ വളരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, UD ക്ലർക്ക്, LD ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതോടെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളും മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.